പിതാവിന്റെ പാപഭാരം ഏറ്റുവാങ്ങി ജീവിക്കുന്ന മക്കൾ. അത്തരം നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ തന്നെയുണ്ട്. മലയാള സിനിമയിലും ഇത്തരം നിരവധി കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ ഈ ജീവിതം നേരിട്ട് അനുഭവിച്ച ഒരു വനിത പറയുന്നത് കേൾക്കൂ. പിതാവിന്റെ ചെയ്തികളിൽ ഞങ്ങൾ എന്തു പിഴച്ചെന്നാണ് അവർ ചോദിക്കുന്നത്. അധികമൊന്നും പറഞ്ഞു പോകേണ്ട, സാക്ഷാൽ വീരപ്പന്റെ മകളുടെ വാക്കുകളാണിത്. പിതാവ് തെറ്റുകാരനാണോ അല്ലയോ എന്ന് സമൂഹം വിലയിരുത്തട്ടെ. പക്ഷെ ഒരുപാട് പേരുടെ അത്താണിയായിരുന്നു അദ്ദേഹം. അത് സമൂഹം മറക്കാൻ പാടില്ല എന്നാണ് വീരപ്പന്റെ മകൾ പറയുന്നത്. ആ ആത്മവിശ്വാസമാണ് എതിർപ്പുകൾ ഏറെയുണ്ടായിട്ടും വിദ്യാറാണി വീരപ്പൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കാരണം. തങ്ങളെ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തിയവരോടുള്ള പ്രതികാരവും അവരുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാകും. ആ പ്രതികാരം വിദ്യാറാണി തീർക്കാനൊരുങ്ങുന്നത് കറകളഞ്ഞ ജനസേവനം എന്ന ഏറ്റവും മികച്ച പാതയിലൂടെയാണ്. അതവർ അക്കമിട്ട് പറയുന്നുമുണ്ട്. BJP-യിലൂടെയായിരുന്നു വിദ്യയുടെ രാഷ്ട്രീയ പ്രവേശനം. കുറച്ചുനാൾ യുവമോർച്ചയുടെ തമിഴ്നാട് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. പ്രാദേശികമായി ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രാദേശിക പാർട്ടിയിൽ തുടരുന്നതാണ് നല്ലതെന്ന ചിന്ത വന്നപ്പോൾ BJP വിട്ടു. പിന്നാലെയാണ് തീവ്ര തമിഴ് വികാരം കൊണ്ടു നടക്കുന്ന നാം തമിഴർ കക്ഷിയുടെ ക്ഷണവുമായി നേതാവ് സീമാൻ എത്തുന്നത്. കൃഷ്ണഗിരിയിൽ ലോക്സഭാ ടിക്കറ്റ് നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായതോടെ പാർട്ടിയിൽ ചേരുകയായിരുന്നു വിദ്യാറാണി. ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി നിരവധി പദ്ധതികളാണ് വിദ്യാറാണിയുടെ മനസ്സിലുള്ളത്. സ്ത്രീകളുടെ ഉന്നമനമാണ് പാർട്ടിയുടെ ലക്ഷ്യം. സാമ്പത്തികമായി അവരെ സ്വയം പര്യാപ്തരാക്കണം. വിദ്യാഭ്യാസം നേടേണ്ടതിന്റെ ആവശ്യകത ഗ്രാമങ്ങളിൽ പോയി പെൺകുട്ടികളെ ബോധ്യപ്പെടുത്തും. സ്ത്രീ പുരുഷ തുല്യത എന്ന ആശയം അവരിൽ വളർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. അന്തസ്സോടെ സ്ത്രീകൾ സമൂഹത്തിൽ ജീവിക്കണം. ഇങ്ങനെയൊക്കെയാണ് വിദ്യാലക്ഷ്മിയുടെ സ്വപ്നങ്ങൾ. അച്ഛനെ ഇപ്പോഴും തീവ്രവാദിയെന്നും കൊള്ളക്കാരനെന്നും വിളിക്കുന്നവരുണ്ട്. അച്ഛനു മുമ്പ് ചന്ദനമരം മുറിച്ചു കടത്തിയവരും ആനക്കൊമ്പ് വിറ്റവരും ഉണ്ടായിരുന്നില്ലേ? മാനസാന്തരം വന്ന അച്ഛനെ സമൂഹത്തിൽ ജീവിക്കാൻ ഭരണാധികാരികൾ അനുവദിക്കണമായിരുന്നു. അവരതൊന്നും ചെയ്തില്ല. ഞങ്ങൾ 3 സ്ത്രീകളെ സമൂഹത്തിന് മുന്നിൽ പഴി കേൾക്കാൻ ഇട്ടുകൊടുത്തിട്ട് അവർ വീരപ്പനെ കൊലപ്പെടുത്തി. അച്ഛന്റെ ചരിത്രം എന്നെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഓർക്കുന്നവർ എന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണെന്നും വിദ്യാലക്ഷ്മി പറയുന്നു. തമിഴ്നാട്, കർണാടക, കേരള അതിർത്തികളിലെ വനപ്രദേശത്ത് ചന്ദനക്കടത്തും ആനക്കൊമ്പ് വേട്ടയുമായി 20 വർഷത്തോളം അധികൃതർക്ക് തലവേദന സൃഷ്ടിച്ച വീരപ്പൻ 2004 ദൗത്യ സംഘത്തിന്റെ വെടിയേറ്റ് മരണപ്പെട്ടത്. 3 സംസ്ഥാനങ്ങളിലെയും പോലീസും വനപാലകരും അടങ്ങുന്ന വൻ സംഘമായിരുന്നു ഓപ്പറേഷൻ കൊക്കൂണിൽ പങ്കെടുത്തത്. വീരപ്പനെ ഒരു തവണ മാത്രമാണ് വിദ്യാറാണി എന്ന മകൾ നേരിൽ കണ്ടിട്ടുള്ളത്. നന്നായി പഠിക്കണം, ഡോക്ടറാകണം എന്നായിരുന്നു വീരപ്പൻ മകളെ അന്ന് ഉപദേശിച്ചത്. MBBS പഠനത്തിനുള്ള പ്രവേശന പരീക്ഷ എഴുതി കിട്ടിയെങ്കിലും സിവിൽ സർവീസ് മോഹം മനസ്സിലുണ്ടായിരുന്ന വിദ്യ ഡോക്ടർ സ്വപ്നം വെടിഞ്ഞ് പരിശീലനത്തിന് ചേർന്നു. എന്നാൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായില്ല. ബംഗളൂരുവിൽ സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ പിന്നീട് അഭിഭാഷകയായി. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന മോഹം വളരെ നാളായി കൊണ്ടു നടന്ന വിദ്യ തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നു. സ്വന്തം സമുദായമായ വെണ്ണിയാറിനെ പ്രതിനിധാനം ചെയ്യുന്ന പട്ടാളി മക്കൾ കക്ഷിയിൽ ചേരാതെയായിരുന്നു അവർ BJP-യുടെ ക്ഷണം സ്വീകരിച്ചത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാം തമിഴർ കക്ഷിക്ക് കൃഷ്ണഗിരിയിൽ 28,000 വോട്ട് മാത്രമാണ് ലഭിച്ചത്. കോൺഗ്രസ് DMK ഉറച്ച കോട്ടയായ കൃഷ്ണഗിരിയിൽ വിദ്യാറാണിയെ ഇറക്കി വോട്ട് വീതം കൂട്ടാമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ നാം തമിഴർ കക്ഷി.